കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല അവള് ഇതുവരെ വന്നില്ലേ? ഇതുവരെ വന്നില്ലേ? ഇല്ല, നീ വന്നില്ല. എന്താണാവോ? അറിയില്ല, വിളിച്ചു നോക്കുമ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് എന്നാ പറയണു. ഷായൻ എന്നോട് പറഞ്ഞു. നീ ഒന്നുകൂടി വിളിച്ചു നോക്കിയേ. വിളിച്ചു, ഞാൻ ഇപ്പൊ എന്തോരം പ്രാവശ്യം വിളിക്കണു. അപ്പൊ എന്താ? മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറയണു. അവളുടെ മൊബൈൽ ഒരിക്കലും സ്വിച്ച് ഓഫ് ആവേണ്ട ഒരു കാര്യമില്ല. അവള് ചാർജ് കുറയുമ്പോഴേക്ക് ചാർജ് ചെയ്യാറില്ലാണ്. അതേ, ഞാൻ ആ നജീബിനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഒന്ന് വിളിച്ചു നോക്ക്. അല്ല, ജ്വല്ലറിന്ന് ഇറങ്ങിയോന്ന് അറിയാലോ. ഈ നമ്പർ നിലവിലില്ല എന്നാ പറയണേ. അല്ല, നജീബ് ഇവിടെ ഇല്ല, അയാൾ ദുബായി പോയിരിക്ക. ഞാനത് പറഞ്ഞു. എന്ത് ചെയ്യുമ്പോ നമുക്കത് പോയി നോക്കിയാലോ? പോവാ അല്ലേ? അതാ നല്ലത്. വാ, ചേച്ചി വരട്ടെ. അതെ, നീ മുഖത്തൊരു പരിഭ്രമം കാണിക്കണ്ടാട്ടാ. ഇനി പത്രി പരിഭ്രമം ഉണ്ടെങ്കിൽ എന്ത്? ഓഫീസിലുള്ള കുട്ടിയെ ഇവിടെ എത്തിയില്ല സമയത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിഭ്രമം ഉണ്ടാവൂലേ? അങ്ങനെ എടുക്കാൻ കുഴപ്പമില്ല. എന്താടാ ഇല്ല, ദേവിക ഇതുവരെ വന്നിട്ടില്ല. അവള് വന്നിട്ടില്ല. ദേവിക വന്നല്ലോ. വന്നോ? അത് ശരി, നമ്മള് കാണാണ്ടാവും. അത് ശരി. എവിടെ ദേവിക? എടാ, കുട്ടികളവിടെ അവള് വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടായിട്ടിരുന്ന് കളിക്കണ്ടേ. അമ്മ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ കുട്ടികള് പറഞ്ഞല്ലോ. അല്ല, എന്താ ചേച്ചി അനന്തനെ വിളിച്ചേ? അയ്യോ, ആനന്ദനല്ല, ഞാൻ പുണ്ണിനെ തെരഞ്ഞു വന്നതാ. തെറ്റിപ്പോയതാടാ. അവനെ കൊണ്ടൊരു കാര്യണ്ട് മോനെ. അത് ശരി, നോക്കിയോരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോരെ പിടിക്കുക. എന്റെ പങ്കാമ ദേവികൊന്നും വന്നിട്ടില്ല. അങ്ങനെ നിനക്കറിയാ? പിന്നെ അങ്ങനെ കുട്ടികളിരുന്ന കളിപ്പാട്ടം കൊണ്ട് കളിക്കണേ? കളിപ്പാട്ടം ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. പിന്നെ അവള് മേടിച്ചു കൊടുത്താന്ന് പറഞ്ഞേ? അല്ലാതെ പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്താന്ന് പറയാൻ പറ്റുമോ? ശരി, അതിന്റെ ഇടയിൽ ഇങ്ങനെ നാടകം നടക്കണ്ട. ഇല്ല, അവിടെ ഒരു നാടകം നടക്കണില്ലല്ലോ. ഇവിടുത്തെ എവിടെ പോയി കിടക്കുകയാണ്? അത് ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത്? അത് ജ്വല്ലറിയിൽ വെച്ചിട്ട്. ജ്വല്ലറിയില്? ദേവികേ, ഇതെന്താ സംഭവം? ദേവിക എന്താ കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത്? അപ്പൊ വീടിനകത്ത് എന്താണ് സംഭവം? അത് ജ്വല്ലറിയിൽ നിന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് തലകറങ്ങി വീണു. അപ്പോൾ ഞാനും മറ്റുള്ള ജീവനക്കാരെല്ലാവരും കൂടി താങ്ങി പിടിച്ച് ഇരുത്തി. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്ന് തോന്നുന്നു. ശരി സാർ. ശരിയാണ്. ഓക്കെ, ശരി. മരുന്നിനകത്ത് വെച്ചിട്ടുണ്ടോ? എന്താ അമ്മ? ജ്വല്ലറിയിൽ എന്തിനാ പോയത്? ജ്വല്ലറിയിലല്ലേ? അതെന്താ വെച്ചാൽ അമ്മ, അതെ, എൻ്റെ അമ്മയില്ലേ, ഇപ്പം ഞാൻ ട്രാൻസ്ഫറായി പോകുമ്പോഴത്തേനും അമ്മയ്ക്കൊരു സ്വർണ്ണമോതിരം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോഴത്തേനും ആ മോതിരം എടുക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറി ചെന്നതാ. അപ്പോൾ അവിടെ വെച്ചിട്ടേ പെട്ടെന്നൊരു തലകറക്കം, തലയിറങ്ങി വീണു അവിടെ. അപ്പോഴത്തേക്കിനും അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പം കുഴപ്പമില്ല. പിന്നെ റെസ്റ്റ് എടുക്കുമോ? ദേവിക ചെല്ലോ. എന്താ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പം അവിടെ പോയിട്ട് മോതിരം കണ്ട വല്ല കാര്യമുണ്ടോ? എന്താ ചേച്ചി ഇങ്ങനെ നോക്കണേ? എന്താ അമ്മയ്ക്ക്? ഒന്നുമില്ലടാ. അല്ല, അമ്മയ്ക്കൊരു മോതിരം എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കയറിണ്ടാവേ. സ്വർണത്തിന്റെ വില കേട്ടപ്പോ തല ഇറങ്ങിണ്ടാവും. അതെ.
അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. സംശയം തോന്നാനുള്ള ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. നന്ദ മിടിക്ക, നിന്നെ കവച്ചു വയ്ക്കും. കറക്റ്റ് സമയത്ത് പറയാനുള്ളത് പറഞ്ഞു. തട്ടി. ഓ അത് കലക്കി. പങ്കിയമ്മ, എൻ്റെ ആശങ്ക ഇപ്പം അതല്ല. ആ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തത് ദേവികയാണെന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതെങ്ങനെ സോൾവ് ചെയ്യും? ദൈവമേ, നീ കളിപ്പാട്ടത്തിൻ്റെ കഥ വേറെ ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ടെന്താ, ഞങ്ങളൊന്ന് വരണ്ടോയി. എന്താ പറ്റിയെന്ന്? ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, എന്തോ തലചുറ്റൽ പോലെ വന്നെന്ന്. എന്നിട്ട് അവിടുന്ന് ആരൊക്കെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. ചേച്ചിയുടെ ഭാഗ്യക്കേടിന് ഫോണും ഓഫ് ആയിരുന്നു, ചാർജ് തീർന്നിട്ടേ. ഏതായാലും ഇവിടെ എത്തിയല്ലോ, നീ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. അച്ചാറിടട്ടെ? വേണ്ട, ചമ്മന്തി ഉണ്ടല്ലോ. വരുന്നുണ്ട്. എന്തോ ലക്ഷണക്കേട്ടാണ്. അമ്പിളിയെ, നീ എന്താടാ താമസിച്ചേ? ഒന്നും പറയണ്ട അമ്മ, മനോഹരനെ കൊണ്ട് ഞാൻ തോറ്റ്. എന്തെങ്കിലും ഒരു കാര്യം അവനെ ഏൽപ്പിച്ച് ഞാൻ വിട്ടാൽ അവനത് കുളമാക്കി എനിക്കൊണ്ടെന്ന് തിരിച്ചു തരും. പിന്നെ അതിൻ്റെ പുറകെ കിടന്ന് ഓട്ടോ ഇരുന്നു. നിനക്ക് അവനെ മാറ്റി പണിയെടുക്കണ പോലെ പിള്ളേരെ വെച്ചൂടെ എൻ്റെ അമ്പിളി? അതിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. 6500 രൂപയ്ക്ക് ഇപ്പോൾ 6 പണിക്ക് നിൽക്കാനാണ്. ആ, അത് ശരിയാ. അതേ, അവനെ സഹായത്തിലൊന്നും കിട്ടുമെന്ന് ഓർത്തിട്ട് വെച്ചേക്കല്ല ഞാൻ. എല്ലാവരും കൂടി എനിക്ക് പ്രഷർ തരുമ്പോൾ എനിക്ക് ദേഷ്യം കയറുമ്പോൾ ചീത്ത പറയാനായിട്ട് ഒരാൾ മുമ്പിൽ വേണം. അതിനുവേണ്ടി നിർത്തിയൊക്കെയാണ്. അല്ല, അതൊരു കാര്യമില്ല. ഷാഹിന, എന്താ അമ്മ? ദേവിക നേരത്തെ കിടന്ന? ആ, ചേച്ചി കിടന്നു. ചേച്ചിക്ക് തീരെ വയ്യല്ലോ. ഓ, എനിക്കത് അത്ര വിശ്വാസം വന്നിട്ടൊന്നുമില്ല. അമ്മ എന്താ അങ്ങനെ വർത്താനം പറയണത്? എടാ, അവളെ കൊണ്ടുവന്ന് വിട്ട ആൾക്കാരെ നീ കണ്ടില്ലല്ലോ. എല്ലാത്തിനും ഒരു കള്ളലക്ഷണ. എന്തോ ഒരു ചുറ്റിക്കളി ഇല്ലേന്നാണ് എൻ്റെ സംശയം. ആ അല്ലമ്മേ, ചേച്ചിക്ക് വയ്യാഞ്ഞിട്ടാ. ചേച്ചിയുടെ കയ്യിൽ 3-4 കൂട്ടം ഗുളിക ഞാൻ കണ്ടതാ. ആ, ഗുളിക ഉണ്ടാക്കാനാണോ പാട്? ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിച്ചാൽ ഗുളിക കിട്ടൂലേ? എന്ത് വർത്താനം ഈ പറയണേ ഈ പെണ്ണി? അങ്ങനൊന്നും അല്ലമ്മേ, ഇന്നലെ തന്നെ കണ്ടില്ലേ കുറേ ഛർദിക്കുന്നേ. ആ, അത് തന്നെയാ കുഴപ്പം. കുമാരി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോന്നേ എനിക്ക് സംശയമില്ലാതില്ല. കുമാരി പറഞ്ഞതിലാണോ കാര്യങ്ങൾ തീരുമാനിക്കണം? ഇനി അവള് പറഞ്ഞതിൽ വാസ്തവം ഉണ്ടെന്ന് തന്നെ വെക്ക്. എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാര്യം അറിയാമല്ലോ. എന്തറിയാന്ന്? അമ്മ ഏതായാലും ഒരു 17-ാം തീയതി വരെ ക്ഷമിക്ക്. അത് കഴിഞ്ഞ് ഈ പ്രശ്നമൊക്കെ തീരൂലേ? അതെന്താണ് 17-ാം തീയതിയുടെ കണക്ക്? അല്ല, 17-ാം തീയതി മറ്റേ ദേവിക ചേച്ചിയുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ശരിയാവും ഇവിടെ പറയണ കേട്ടല്ല. അതോടെ പ്രശ്നമൊക്കെ തീരൂലേ? ആ, തീർന്നാ മതി. ആ, തീരും. വെറുതെ സംശയിച്ച് ആകാൻ നിൽക്കണ്ട. അയ്യോ, ഈ അമ്മയുടെ സംശയം ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. ആ, നിങ്ങൾ അവിടെ ഇവിടെ നിന്ന് കുച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മക്ക് സംശയം കൊടുക്കാതിരുന്ന വെച്ചാൽ മതി. എന്നാലും ഇങ്ങനെ ഉണ്ടോ? ആ, CID സീതാലക്ഷ്മിയാണത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കഞ്ഞി വേണോ? കഞ്ഞിയൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ സംശയമൊക്കെ ഉണ്ടെന്ന് നീ ദേവിയേച്ചിനോടൊന്ന് സൂചിപ്പിച്ചേരി. അബദ്ധത്തിൽ ചെന്ന് ചാടണ്ട കേട്ടാ. ആ, ഈ ആദ്യ ഭക്ഷണം കഴിച്ചാൽ ആർക്കാ ഛർദിൽ വരാതിരിക്കണം. അനന്താ, ആ തിരക്കിൻ്റെ ഇടയിലൊന്നും ചോദിക്കാനും പിടിക്കാനൊന്നും പറ്റിയില്ല. എന്തപ്പം ഉണ്ടായി? എന്തുണ്ടായിന്ന് ആർക്കറിയാം. ഞാനും ഒന്നും ചോദിച്ചില്ല. ആ പറഞ്ഞാലേ ഞാനും കേട്ടുള്ളൂ. ഇപ്പൊ പെട്ടെന്ന് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. നാളെങ്ങനെ ആവട്ടെ. ചേച്ചിക്ക് എന്തോ ഒരു സംശയമൊക്കെ ഉണ്ട്. ആ, അമ്മയ്ക്കല്ലേ അതുണ്ടാവുമല്ലോ. വരണം. ആ, എന്തേ പങ്കി, നീ ഇവിടെ ഉണ്ടായിരുന്ന? എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാണ്ട്. എന്താ ചേച്ചി? ആ, ഇപ്പം അനന്തനും ഉണ്ടല്ലോ,
ഞാൻ പറയാം. അതെ ആ അമ്മേ, എന്ത് അതെ ആ ആ ദേവിക ജ്വല്ലറി പോയിന്നും പിന്നെ അവിടെ തല കറങ്ങി വീണു, അത് കഴിഞ്ഞിട്ട് ആസ്പത്രി പോയി എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. പിന്നെ വേറെന്താ? അതിലെന്തോ ഒരു ചുറ്റിക്കളി ഇല്ലെന്നാണ് എനിക്ക് സംശയം. എന്ത് ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? അയ്യേ അമ്മ എന്താ ഈ പറയണത്? അതെ, ആ ജ്വല്ലറിയുടെ ഓണർ നജീബ്, അത് നിന്റെ ചങ്ങാതിയല്ലേ? അതെ അല്ലേ? ആ നീ അവനൊന്ന് വിളിച്ച് ചോദിച്ചേ എങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിണ്ടോന്ന്. നമുക്ക് സത്യം അറിയാലോ. എന്തിനാ ചേച്ചി വെറുതെ? അല്ല, അത് വേണം. അങ്ങനെ ഒരു സംശയം കുടുങ്ങിയ സ്ഥിതിക്ക് അതൊന്ന് ക്ലിയർ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. നീ ഒന്ന് വിളിക്കേ. എന്റെ അമ്മയെ വന്നില്ലേ, അപ്പൊ അവളിങ്ങോട്ട് വന്നില്ലേ, ഇനി എന്താണ് പ്രശ്നം? എന്നാലും അത് അറിയണടാ. നീ വിളിക്കേ, നീ വിളിക്കടാ. എന്താണ് പറഞ്ഞാ വിളിക്കാത്ര ബുദ്ധിമുട്ട്? കുത്തി വിളിക്കാങ്ങട്. നമ്പർ എടുക്കണ്ടേ? ആ വിളിക്ക്. ആ വിളിച്ചൂട്. ഹലോ, ആ നജീബല്ലേ? ആ എന്താ വിശേഷങ്ങളൊക്കെ? അതെ അല്ലേ? ആ ആ ഞാനേ ഈ അവിടെ കടയിൽ ഇന്ന് ഒരു കുട്ടി സ്വർണ്ണം എടുക്കാൻ വന്നൊരു കുട്ടി അവിടെ തലകറങ്ങി വീഴുക അങ്ങനെ ഉണ്ടായോ? എന്നിട്ട് ഉണ്ടായോ? ഓ അതെയോ? ആ അത് ശരി, ആശുപത്രി കൊണ്ടായോ? അയ്യോ ആഹാ, ഓ അത് ശരി. ആ ഞാനതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാ കേട്ടോ. ശരി, ആയിക്കോട്ടെ ചേച്ചി. ശരിയാണ്, വീണുണ്ട്. അപ്പൊ ഉള്ള കാര്യം തന്നെയാണോ? ഉള്ള കാര്യം തന്നെ, സത്യം. ഉറപ്പല്ലേ? ആ അല്ല പിന്നെ ഇപ്പൊ അവരങ്ങനെ പറയോ? നെയ്ജീബ് കൂടി താങ്ങി പിടിച്ചിട്ട് അത്ര ആശുപത്രി കൊണ്ടുപോയത്. അതെ, വെറുതെ ഇപ്പഴാ അമ്മയ്ക്ക് ആശ്വാസമായത്. അല്ല അത് അറിയണത് നല്ലതാണ്. അതെ അത് കുഴപ്പമൊന്നുമില്ല. എന്നാ ശരിടാ. ആ ആയിക്കോട്ടെ. അല്ലടാ പങ്കിയേ, നീ ഇന്നലെ പറഞ്ഞതേ ഈ നജീബ് ദുബായിലാന്നല്ലേ? അല്ല, ഈ ജ്വല്ലറിയുടെ ഓണർ നജീബ് ദുബായിലാന്നാണല്ലോ നീ ഇന്നലെ പറഞ്ഞത്. ദുബായിലാണല്ലോ. അപ്പൊ നീ ഇപ്പൊ വിളിച്ചതാരെയാ? നജീബിനെ. അപ്പൊ നീ ഇപ്പൊ വിളിച്ചത് ദുബായിലേക്കാ? അല്ല, നീ ഇപ്പൊ വിളിച്ചതേ ദുബായിലേക്കാണോ? അല്ല, നജീബിനെ. അല്ല, അപ്പൊ നജീബ് എങ്ങനെയാണ് ഈ നാട്ടിലുള്ള കുട്ടി വീണതൊക്കെ എങ്ങനെയാണ് നജീബ് അറിയണത്? ദുബായിലുള്ള നജീബ്? അല്ല, ദുബായിലുള്ള നജീബ് എന്റെ സുഹൃത്തല്ലേ. കടയിലുള്ള നജീബില്ലേ, സ്റ്റാഫ്. നീ ഇപ്പൊ അവനെ വിളിച്ചേ? സ്റ്റാഫ് എന്റെ പങ്കാമ, നിങ്ങൾ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്ക്. അതന്നെല്ലടാ പറയണ ഞാന്. പിന്നെ എന്തിനാ കുഴക്കാൻ? എവിടെ കുഴച്ച് ഞാൻ ഒരേ കാര്യങ്ങൾ കുത്തി ചോദിക്കുമ്പോ പിന്നെ പറയാൻ പറ്റുമോ? ഗൾഫിലുള്ളത് നിങ്ങളുടെ എന്റെ സുഹൃത്ത് നജീബ്, അയാളുടെയാണ് ജ്വല്ലറി. അപ്പൊ ആ നജീബിനെ അല്ല വിളിച്ചത്? അല്ല, ഇവിടെ കടയിൽ ഒരു നജീബ് ഉണ്ട്. ആ നജീബിനെയാണ് വിളിച്ചത്. ആ നജീബാണ് താങ്ങി പിടിച്ച് ആശുപത്രിയൊക്കെ കൊണ്ടുപോയി പറഞ്ഞത്. പിന്നെ അത് പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ അതന്നെയല്ലേ പറയണേ? അതല്ല പറഞ്ഞത്. എന്താ ഞാൻ പറഞ്ഞു? പിന്നെ എന്തൊക്കെ ഈ പറയുന്നത് നിങ്ങള്? മനുഷ്യന്റെ തല ഭ്രാന്ത് പിടിപ്പിക്കാൻ. പങ്കാമ ഗൾഫിലെ നജീബിനെ വിളിച്ചു എന്നപ്പോ പറഞ്ഞത്. അതെ, ആയിക്കോട്ടെ. നിർത്തി രണ്ടാളും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുണ്ടെന്ന്? പങ്കിയെ എന്നെ പൊട്ടിയാക്കാന്ന് നീ വിചാരിക്കണ്ട കേട്ടാ. എന്ത് പൊട്ടിയാക്കണമെന്ന് ഈ പറയണത്? ഇത് ചേച്ചി 2-3 നജീബ്മാരുണ്ട്. ഇത് നജീബ് ഓണറാണ് എന്റെ സുഹൃത്ത്, അയാളുടെയാണ് ജ്വല്ലറി. ഇത് കടയിൽ വേറെ സ്റ്റാഫ് ഉണ്ട് നജീബ്, അയാളാണ് ഈ ദേവിക തലയിറങ്ങി വീണപ്പോ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇതൊക്കെ. അതാണ് ഈ പറയണേ. ഇത് ഇതിലെന്താ കൺഫ്യൂഷൻ? കൺഫ്യൂഷൻ ഒന്നുമില്ല. അതാണ് പറയണത്. അപ്പൊ എന്നാ ശരി. അതെ നിങ്ങളിത് കൊളാക്കൂ? അല്ല, ഇത് കൊളാക്കൂ? അറിയാണ്ട് ചോദിക്കുന്നു. പറഞ്ഞതായി പോയി എന്നൊക്കെ സൂക്ഷിച്ചിട്ട് പറയണ്ടേ? ഇപ്പൊ സത്യത്തിൽ അമ്മ ശരിക്കും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സംശയമുണ്ട്. സംശയമായിട്ട് മാറിയിട്ടില്ല അത്.
നിങ്ങളാണ് ഇതൊക്കെ കൊളാക്കാണ്. ഞാൻ ഒന്നാമത്തെ കാര്യം നിന്റെ ഒക്കെ പെണ്ണും കുട്ടികളും ഇതൊക്കെ കാര്യം എന്തിനാണ് എന്റെ തലയിലേക്ക് വരുന്നത്? അപ്പൊ പറയണത് സൂക്ഷിച്ച് എന്തിനു ഞാൻ അങ്ങനെ സൂക്ഷിക്കണേ? നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. മനുഷ്യന്മാരല്ലേ എത്ര വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിക്കുക? ഫോൺ വിളിച്ചത് കറക്റ്റ്, അതിലൊരു തെറ്റില്ല. പിന്നെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ആകെ മാറിപ്പോയി. പറ്റണ്ട എനിക്കിത് കണ്ണി കണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിച്ചാല് ഞാൻ എന്താ വല്ല കളവ് ചെയ്ത ആൾക്കാരുടെ മാതിരി മര്യാദക്ക് കള്ളത്തരം ചെയ്യാൻ അറിഞ്ഞൂടെ? ആടാ ഞാൻ നിന്റെ മാതിരിയൊക്കെ കള്ളത്തരം കാട്ടി നടക്കാൻ മനുഷ്യന്റെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചാണ്ടല്ലോ വേണ്ടാത്തതിലൊക്കെ പോയി തല ഇടുകയും ചെയ്യും ഞാൻ. ഷാഹിന, ഷാഹിന, അച്ഛാ, ഭയങ്കര ആലോചനയാണല്ലോ. അടുത്ത നോവൽ എഴുതാൻ പോവാണോ? കട്ടൻ ചായ വല്ലതും വേണോ ഭാവന വരാൻ? കട്ടൻ ചായ ഒന്നും വേണ്ട മോളെ. മോളെ എടുത്തു വന്നേ. എന്താ അച്ഛാ? അച്ഛനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. പറയൂ. പറയാം. ദേവിയേക്ക് സുഖമില്ലാതെ വന്നില്ലേ? അത് അഭിനയമാണെന്നാണ് സീതാലക്ഷ്മി എന്നോട് പറഞ്ഞത്. നേരാണോ മോളെ? അങ്ങനത്തെ അല്ല അച്ഛാ, ദേവികേച്ചിക്ക് ശരിക്കും വയ്യാഞ്ഞിട്ടാ ഞാനല്ലേ മരുന്നൊക്കെ കൊടുത്തേ. ആണോ? അതെ, സംശയിക്കാനൊന്നുമില്ല. ചേച്ചിക്ക് ശരിക്കും വയ്യാഞ്ഞിട്ട് തന്നെയാ. ഓ, അതത്ര വിശ്വാസമൊക്കെ പോരാ. ആണല്ലേ? ഇല്ലേ മോളെ, നമ്മുടെ ഈ നജീബിന്റെ സ്വർണ്ണക്കടയിലെ എത്ര നജീമാരുണ്ടെന്ന് അറിയാൻ എങ്ങനെ ഒരു മാർഗം? നമ്മുടെ നജീബിന്റെ സ്വർണ്ണക്കടയിൽ എത്ര നജീമാരുണ്ടെന്ന് അറിയാൻ എന്താ ഒരു മാർഗമെന്ന്? അതെന്തിനാ അച്ഛാ? അതെ, ഈ പങ്കി ഫോൺ ചെയ്തെന്നോ, ഒരു നജീബ് വിളിച്ചെന്നോ, രണ്ടാമതൊരു നജീബ് വിളിച്ചെന്നോ, എന്തായാലും വിളിച്ച് അല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു പോയി. ഇതിലൊന്നും നമുക്ക് വിശ്വാസത്തില്ല. അതുകൊണ്ട് എത്ര നജീബുമാരുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതൊന്നും എനിക്കറിയില്ല അച്ഛാ, അതൊക്കെ പങ്കിയമ്മാവനെ അറിയുള്ളൂ. ആണോ? ആ അച്ഛാ, ദേവികേച്ചിക്ക് ശരിക്കും അസുഖമാണെന്ന് അമ്മേനെ വിശ്വസിപ്പിക്കാനേ ഞാൻ വേറൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യമാണ്? ദേവികേച്ചിയുടെ കയ്യിലേ ആശുപത്രി പോയ OP ടിക്കറ്റ് ഉണ്ടാവുമല്ലോ, ഞാൻ അത് വാങ്ങിച്ചിട്ട് അമ്മേനെ കാണിക്കാം. അപ്പൊ അമ്മയ്ക്ക് വിശ്വാസമാവുമല്ലോ. മതി, അത് മതി. മോള് പോയി പെട്ടെന്ന് നിങ്ങൾ എടുത്തോണ്ട് വാ. അത് കണ്ടെങ്കിലും ഓള് വിശ്വസിക്കട്ടെ. ചില സമയത്ത് എന്തൊരു സ്വഭാവമാ, എല്ലാരെയും അങ്ങ് സംശയ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അച്ഛാ സത്യം പറയോ? സത്യം പറയാം. എന്താ? അച്ഛനെ ഇത് എന്ത് കണ്ടിട്ട് അമ്മയെ പ്രേമിച്ച് കല്യാണം കഴിച്ചേ? പൊടി പഠിക്കാതെ ചോദ്യം കൊണ്ട് വന്നിരിക്കുന്നു. ഞാനേ പോയിട്ട് OP ടിക്കറ്റ് നോക്കട്ടെ. ചേച്ചി എന്താ കിടക്കുന്ന? ഇപ്പോഴും വയ്യേ? കുഴപ്പമൊന്നുമില്ല, ചുമ്മാ കിടന്നേ ഉള്ളൂ. എന്താ? അതെ ചേച്ചി, ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതിന്റെ OP ടിക്കറ്റ് കയ്യിലുണ്ടോ? OP ടിക്കറ്റ് കയ്യിലുണ്ടോന്ന്? OP ടിക്കറ്റ്? ഇപ്പൊ എന്തിനാ OP ടിക്കറ്റ്? അതൊക്കെ പറയൊന്ന് നോക്കിയെടുക്ക്. എന്തിനാന്ന് പറ ചേച്ചി. ഹോസ്പിറ്റലിൽ തന്നെയാ പോയെന്ന് തെളിയിക്കാൻ. ആർക്ക് തെളിയിക്കാൻ? കാര്യമൊക്കെ പിന്നെ പറയാമെന്ന് നോക്കിയെടുക്ക്. അതിപ്പോ ഇവിടെ ബാഗിനകത്ത് കാണണം, അല്ലാതെ എവിടെ പോവാനാ?
നോക്കിയെടുത്തില്ലെങ്കിലേ ഇവിടെ ഭയങ്കര പ്രശ്നം കേട്ടോ. എന്ത് പ്രശ്നം? ആദ്യം നോക്കണ്ടോന്ന്. ആരാ പ്രശ്നം ഉണ്ടാക്കണേ? ഇവിടെ എല്ലാവർക്കും സംശയമാണ് ചേച്ചി ഹോസ്പിറ്റലിൽ തന്നെയാണോ പോയെന്ന്. എല്ലാവർക്കോ? എല്ലാവർക്കും എന്ന് വെച്ചാൽ അമ്മയ്ക്ക്. അമ്മയ്ക്കോ? ഇതല്ല, ഇത് വേറെ ബില്ല. ഇതെന്ത് പെട്ടെന്ന് ഇങ്ങനെ? ഒട്ടും ഓർമ്മയില്ല എവിടാന്ന്. നോക്കട്ടെ, ബാഗിനകത്ത് നോക്കട്ടെ. എനിക്ക് ഓഫീസിലെ കുറച്ച് പേപ്പറാ. ഇതൊക്കെ എടുത്ത് വെക്കണ്ടേ ചേച്ചി? ഇല്ലടോ. അയ്യോ, ഇല്ലല്ലോ മോളെ. ഇല്ലേ? അപ്പൊ ചേച്ചി ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് തന്നെയല്ലേ പോയേ? ഒറ്റ വീക്ക് വെച്ച് വന്നോണ്ടല്ലോ.